നമസ്കാരം. നാട്ടിലെ ചന്ദനമരങ്ങൾ കടത്തി കോടികൾ ഉണ്ടാക്കുന്ന ചന്ദന മാഫിയയെ തകർക്കാനൊരുങ്ങുകയാണ് കേരള വനം വകുപ്പ്. ഇതിനായി സംസ്ഥാനത്തുടനീളം വലവിരിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. തിരുവനന്തപുരത്ത് നടത്തിയ ഓപ്പറേഷനിൽ 2 പേരാണ് പിടിയിലായത്. ഇതോടെ നിർണായക വിവരങ്ങളാണ് വനം വകുപ്പിന് ലഭിച്ചത്. തിരുവനന്തപുരം ഫോറസ്റ്റ് ഡിവിഷനിൽ പാലോട് ഫോറസ്റ്റ് റേഞ്ചിൽ ഭരതന്നൂർ ഫോറസ്റ്റ് സെക്ഷൻ പരിധിയിൽ ഇടവയിൽ നിന്നും 250 കിലോയോളം ചന്ദനവും ഒരു പ്രതിയെയും തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ ചുള്ളിമാനൂർ ഫോറസ്റ്റ് സ്ക്വാഡും പാലോട് റേഞ്ച് വനപാലകരും ചേർന്ന് പിടികൂടിയതോടെയാണ് മാഫിയയിലേക്ക് തെളിവുകൾ കിട്ടുന്നത്. മലപ്പുറത്താണ് ചന്ദന മാഫിയയുടെ കേന്ദ്രമെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തുടനീളം ഇവർക്ക് വേരുകളുണ്ട്. കാട്ടിലെ ചന്ദനത്തടിയല്ല ഇവർ ലക്ഷ്യമിടുന്നത്. നാട്ടിൽ വളരുന്ന ചന്ദനത്തടി ചുളുവിലയ്ക്ക് കൈക്കലാക്കും. അതിനുശേഷം 10 ഇരട്ടി ലാഭത്തിൽ വിൽക്കുകയാണ് ഇവരുടെ രീതി. 1 കിലോ ചന്ദനത്തിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 20,000 രൂപയോളം വിലയുണ്ട്. എന്നാൽ വീട്ടിലും മറ്റും വളരുന്ന ചന്ദന ചെടികളെ 2,000 രൂപ കിലോയ്ക്ക് നൽകി വാങ്ങും. അതിനുശേഷം ഇത് മലപ്പുറത്തെത്തിക്കും. ഇത് ചന്ദന തൈല നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും പോകും. ഇത്തരം കച്ചവടം നിയമവിരുദ്ധമാണ്. ഈ സാഹചര്യത്തിലാണ് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിലെ ഇന്റലിജൻസ് നിരീക്ഷണം ശക്തമാക്കിയത്. ഓപ്പറേഷൻ സാൻഡൽവുഡ് കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്. ചെറുപ്പുളശ്ശേരി നെല്ലായിയിലെ മക്കടയിൽ വീട്ടിലെ മുഹമ്മദ് അലി എന്ന 37-കാരനാണ് പിടിയിലായത്. ഇയാൾക്കൊപ്പം സഹായിയായി കൂടിയ വേലേവെട്ടൂരിലെ വിഷ്ണുവും അകത്തായി. മുഹമ്മദ് അലിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് വനംവകുപ്പ് ഇന്റലിജൻസിന് കിട്ടിയത്. ഇതേ തുടർന്ന് 2 ആഴ്ചയോളം ഇയാളെ നിരീക്ഷണത്തിലാക്കുകയായിരുന്നു. മൊബൈൽ ടവർ അടക്കം പരിശോധിച്ചു. ഇതിൽ നിന്നാണ് ഇയാൾ വർക്കലയിലുണ്ടെന്ന് മനസ്സിലാക്കിയത്. വർക്കലയ്ക്കടുത്ത് ഇടവയിലെ വെങ്കുളം ഭാഗത്തുണ്ടെന്നും പോലീസ് പിന്നീട് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കി. അങ്ങനെയാണ് ഇയാളെ പിടികൂടുന്നത്. സാഹസിക ഇടപെടലുകളും വേണ്ടിവന്നു. കോടികൾ വില വരുന്ന മുതലാണ് ചാക്കുകെട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തത്. കടൽപ്പുറം മണ്ണിലും മറ്റും ചന്ദനം വളരാറുണ്ട്. അങ്ങനെ വളരുന്ന ചന്ദനത്തെ കണ്ടെത്തി ഉടമസ്ഥരുമായി വിലപേശി ചെറിയ വിലയ്ക്ക് വാങ്ങുന്ന ആളാണ് മുഹമ്മദ് അലി. അതിനുശേഷം വിപണി വിലയിൽ ചന്ദന എണ്ണ കമ്പനികൾക്കും കൈമാറും. മാഫിയ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങളും ഇയാളിൽ നിന്നും വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ചന്ദനക്കാടുകൾ കേന്ദ്രീകരിച്ച് കള്ളക്കടത്തുകാരെ കണ്ടെത്താൻ വനം വകുപ്പിന്റെ നിരീക്ഷണം നിലവിൽ ശക്തമാണ്. എന്നാൽ നാട്ടിൽ വളരുന്ന ചന്ദനത്തെക്കുറിച്ചുള്ള ഒരു അറിവും വനം വകുപ്പിന് ഇല്ല താനും. ഈ പോരായ്മയാണ് ഈ സംഘം ചൂഷണം ചെയ്യുന്നത്. ചന്ദനത്തിന്റെ യഥാർത്ഥ വിലയെക്കുറിച്ച് അറിയാത്ത സാധാരണക്കാരായ ആളുകൾ ഇത്തരം ആളുകളുടെ ചതിയിൽ വീഴും. ചന്ദനം വളർത്താം, ചന്ദനം വീട്ടിൽ വളർത്തുന്നതിന് നിയമ തടസ്സമില്ല, മരം നടാമെങ്കിലും മുറിക്കാൻ സർക്കാരിന്റെ അനുമതി വേണം എന്ന കാര്യത്തിൽ പോലും ആളുകൾക്ക് കൃത്യതയില്ല. സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ ചന്ദനമരങ്ങൾ ഉണ്ടെങ്കിൽ ഉടമയ്ക്ക് സർക്കാർ പണം നൽകും. ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിലാണ് മരമെങ്കിൽ ഉടമയ്ക്ക് മരത്തിന്റെ വില ലഭിക്കില്ല. സർക്കാർ ഭൂമി അല്ല എന്നും ബാധ്യതയില്ല എന്നും തഹസിൽദാർ സാക്ഷ്യപത്രം നൽകിയാൽ പണം ലഭിക്കും. മരത്തിന്റെ മൊത്ത വിലയുടെ 95% വരെ ഉടമസ്ഥന് ലഭിക്കും. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ ചന്ദനം മരം മുറിച്ചു കടത്തിയാൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ചന്ദന തൈലത്തിനായി തടികൾ കിട്ടാത്ത സാഹചര്യത്തിൽ പറമ്പുകളിൽ നിന്നും ചന്ദന മരങ്ങൾ അപ്പാടെ കടത്തുന്ന റാക്കറ്റുകളും സജീവമാണ്. കേരളത്തിൽ ഫാക്ടറികൾ പ്രവർത്തിക്കാത്ത സാഹചര്യം മുതലെടുത്ത് ആന്ധ്ര, ബീഹാർ സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ട ഫാക്ടറികളെ ലക്ഷ്യമിട്ടാണ് ചെറിയ വില കൊടുത്തും വിൽപ്പനയ്ക്ക് തയ്യാറാകാത്ത അവസ്ഥയിൽ മോഷ്ടിച്ചും പറമ്പുകളിൽ നിന്നും മാഫിയ ചന്ദനമരങ്ങൾ കടത്തുന്നത്.